അപ്പോൾ ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ നമ്മുടെ പണിക്കൻകുടി എന്നൊരു സ്ഥലത്താണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ കമ്പിളികണ്ടം പാറത്തോട്. അവിടെ നമ്മുടെ പണിക്കൻകുടി ഒന്നാമത്തെ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു കുറച്ച് ഉൾപ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന അടിപൊളി 2 സ്ഥലമാണ്. ഒന്ന് കല്യാണിപ്പാറ, 2 കാറ്റാടിപ്പാറ. അപ്പോൾ പണിക്കൻകുടി ടൗണിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 കിലോമീറ്റർ ഉള്ളൂ. ഓഫ് റോഡാണ്. അപ്പോൾ ആരോടും ചോദിച്ചൊക്കെ വരേണ്ടവർക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കല്യാണിപ്പാറയിലാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്. അങ്ങോട്ട് നോക്കിയാൽ കാറ്റാടിപ്പാറയുണ്ട്. അപ്പോൾ നമുക്കത് നടന്ന് കാണാം. ഇവിടെ ഒരു റിസോർട്ടൊക്കെ വന്നതാണ്, പിന്നെ സ്റ്റേ കാര്യങ്ങൾ വന്നതുകൊണ്ട് അതങ്ങ് പൂട്ടിപ്പോയി. അപ്പോൾ ഇത് ആരും വരാതിരിക്കുന്നത് കൊണ്ടൊക്കെ ഇതേണ്ട പോതമേടൊക്കെ പിടിച്ച് കിടക്കുന്നു. അപ്പോൾ നമ്മളോടൊപ്പം കിരൺ ചേട്ടനൊക്കെ ഉണ്ട്. ഇതുണ്ട് എന്നാ വ്യൂ ആണെന്നറിയോ? അതിരാവിലെ വരുവാണെങ്കിൽ നല്ല മഞ്ഞുള്ള ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ ഇന്ന് രാവിലെ കിരൺ ചേട്ടൻ പറഞ്ഞു അത് രാവിലെ വരുമായിരുന്നു. ഇത് നിറച്ച് നന്നായിട്ട് മഞ്ഞിറങ്ങി നിൽക്കുമായിരുന്നു പറഞ്ഞു. ഇന്നലെ മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ. ഇത് കണ്ടോ, അത്യാവശ്യം നമുക്ക് ഈ അടുത്തുള്ളവർക്കൊക്കെ വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ കാണുന്നതാണ് കാറ്റാടിപ്പാറ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇവിടുത്തെ കണ്ടോ നോക്കി, നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ ഞങ്ങൾ റോഡിൻ്റെ താഴെ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കയറി വന്നതാണ്. അപ്പോൾ റയർ സ്ഥലമാണ്, ഇങ്ങോട്ടൊക്കെ അധികം ആൾക്കാർ വരാത്തതാണ്. അപ്പോൾ ഇതുപോലുള്ള ഹിഡൻ പ്ലേസുകളൊക്കെ ഒരു കാലത്ത് നമ്മൾ പോകുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോയി മല കയറുന്നതൊക്കെ വളരെ ഒരു ക്രൈസുള്ള കാര്യമാണ്. അതുപോലെ ഇന്നൊന്ന് കറങ്ങാമെന്ന് നിങ്ങൾ കാണിക്കുന്നേ. നമുക്കിനിയിപ്പോൾ ഇവിടെ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതാ ആ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് രാവിലെയൊക്കെ ആസ്വദിക്കാമായിരുന്നു. എന്നാലും നമുക്ക് ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ ഇവിടെ വരാം. വളരെ ചിലവ് കുറഞ്ഞ ഒരു ദിവസമൊക്കെ എന്ന് വെച്ചാൽ ഒരു ദിവസം വേണ്ടി വരില്ല ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ചെമ്പകപ്പാറ പള്ളിയൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഉണ്ടോ നല്ലൊരു ക്ലൈമറ്റ്. നമുക്കൊന്ന് ആ കാറ്റാടിപ്പാറയും കൂടെ പോയി നോക്കിയിട്ട് എന്താണ് അവിടെ വിഷയമുള്ളതെന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ കല്യാണിപ്പാറയിൽ നിന്ന് കാറ്റാടിപ്പാറയ്ക്ക് തിരിച്ചിരിക്കുകയാണ്. ഈ ഓഫ് റോഡ് വഴി അടിപൊളിയാട്ടോ. ഞങ്ങൾ ബൈക്കിനാണ് വന്നത്, കാരണം ജീപ്പ് ഇറങ്ങിപ്പോലും. പിന്നെ ഇതുപോലെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ബൈക്കൊക്കെ ഇറങ്ങിക്കൊണ്ട് വരാം. അതുപോലുള്ള വഴികളോട്ടോ. കല്യാണിപ്പാറയുന്നത് നമ്മുടെ ആ വന്ന വഴിയിലോട്ട് കയറി നേരെ താഴത്തേക്ക് പോകാം. അപ്പോൾ വഴി ചെല്ലുമ്പോൾ മനസ്സിലാവും ഓഫ് റോഡ് എങ്ങനെയുണ്ടെന്ന്. വഴി ഇതിലാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചിട കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്, ബാക്കി മൺവഴിയാണ്. ചെറിയ പൊളി സ്ഥലം. വീണ്ടും കോൺക്രീറ്റ് വഴി. അങ്ങനെ മാറി പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല ചൂടുള്ളൊരു മേഖലയാണ് ഇടുക്കി ജില്ലയിലെ. ഇവിടെയൊക്കെ ഏലം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ. ഒരു 200 മീറ്ററോടെ പോയാൽ മതി. സൂപ്പർ പ്ലേസ് അല്ലേ? ജസ്റ്റ് ഒന്ന് പറയുന്നൊന്ന് നോക്കാം. സൂപ്പർ സ്ഥലം കേട്ടോ, നല്ല കാറ്റുണ്ട്. ഇതാണ് കാറ്റാടിപ്പാറ എന്നുള്ള പേര് വന്നു. ആ പീക്കാണ് നമ്മൾ അപ്പുറത്ത് നിന്നുണ്ടത്. ഇതാണ് കല്യാണിപ്പാറ. നമ്മളവിടെ നിന്നാണ് വന്നത്. ഈ കാറ്റാടിപ്പാറ ഇതിന് പേര് വന്നത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല കാറ്റാണ് അവിടെ. ഇത്ര വെയിലുണ്ടെങ്കിൽ പോലും ഇങ്ങനെ കാറ്റിങ്ങനെ വന്ന്
നമ്മളിങ്ങനെ തഴുകി പോകുന്നതുകൊണ്ട് നമുക്ക് നല്ല ആ ഒരു കൂൾ ക്ലൈമറ്റ് പോലെയാണ് തോന്നുന്നത്. എന്നാൽ ചെറിയൊരു രീതിയിലുള്ളൊരു ഹീറ്റ് നമുക്ക് അഫക്റ്റ് ആവുന്നുമുണ്ട് താനും. ഓവറിലിപ്പോൾ ഇവിടെ തീയൊക്കെ വീണ് പോയതാണ് ഇതുണ്ടോ. അതുകൊണ്ട് ഇവിടെ ഇച്ചിരി ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഏതാണ്ട് പാറത്തോട് സ്കൂളും ഒക്കെ കാണാം. കമ്പളികണ്ടം അത് പണിക്കൻകുടി സ്കൂളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാം. അതിൽ ഓവറിൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ. അത് അവിടുത്തെ ചെങ്കുത്തായ മലയത്. നമുക്ക് അങ്ങോട്ടും പോകാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് അവിടെ നോക്കാം. അങ്ങോട്ടും കൂടെ ഒന്ന് പോവാം. പോട്ടെ പോയേക്കാം. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല, പോയി നോക്കാം. ടൂറിസ്റ്റുകളാണോ എന്താണെന്നറിയില്ല. അപ്പോൾ നിങ്ങളൊരു ബൈക്കിനാണ് ഇങ്ങോട്ട് ഇറങ്ങിയേക്കുന്നത്. പോയേക്കാം. ഇടുക്കാച്ചി സ്ഥലം കേട്ടോ. ഇപ്പം ഞാനൊരു ഇടുക്കിക്കാരനാണെങ്കിൽ പോലും നല്ല എല്ലാവരും വരുന്ന കോമൺ സ്ഥലങ്ങളിലാണ് നമ്മൾ പോയിട്ടുള്ളൂ. പക്ഷേ ഇതുപോലെയുള്ള പ്രൈവറ്റ് ഏരിയകളിലൊക്കെ ഒന്നും നമ്മൾ പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ ഇനിയും കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ഇടുക്കി തന്നെ കണ്ടു തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം മനോഹരമായ സ്ഥലങ്ങൾ. കിടുവാ മോനെ കിരൺ ചേട്ടാ, കിടു ഓക്കെ. ഓ എന്നാ പൊളി സ്ഥലങ്ങളാണ് നോക്കി. കുറച്ച് ഇവിടെ ആൾക്കാർ ഒരുപാട് പേര് വരുന്നതെന്ന് തോന്നുന്നു. ഇവിടെ അതേട്ടെ തീയൊക്കെ ഇട്ടേക്കുന്നത് കണ്ടോ. അതിൻ്റെ സിഗരറ്റ് കുറ്റിയും ഒക്കെ ഇവിടെ കാണാം, കുപ്പിയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ വരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2:30 ആ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് പേര് ഇവിടെ കണ്ടായിരുന്നു. അവർ വണ്ടിയൊക്കെ നിർത്തി അങ്ങോട്ടോ പോയി. എന്നാലും പൊളി സ്ഥലമാണ്. നല്ല കാറ്റുണ്ട്, അതാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ നമ്മളിത് കണ്ട കല്യാണിപ്പാറ, അതേ ഇത് കാറ്റാടിപ്പാറ. സൂപ്പർ സ്ഥലം. ഇത് കണ്ട നമ്മൾ ആ താഴ്ച റോട്ടിൽ നിന്ന് വന്ന് നോക്കിയപ്പോൾ കണ്ടൊരു പീക്കാണ്. ഇത് കണ്ട അയ്യോ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാറ്റ്. സൂപ്പറാ. ഈ കൊച്ചു സ്ഥലമാണെങ്കിലും ഉണ്ടല്ലോ, നന്നായിട്ട് മനസ്സൊന്ന് സന്തോഷമായി. അപ്പോൾ എല്ലാ സ്ട്രെസ് പോലും കുറയുന്നൊരു അടിപൊളി സ്ഥലം നമ്മുടെ വണ്ടി സ്ഥലങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചകൾ, ചെറിയൊരു കാഴ്ച നമ്മളോടൊപ്പം കാണിച്ചു വരാൻ വന്നത് നമ്മുടെ കിരൺ ചേട്ടനാണ്. കിരൺ ചേട്ടായി താങ്ക് യു. അപ്പോൾ പുള്ളി ഉള്ളതുകൊണ്ട് നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വന്നത്. എക്സലൻറ്റ്. ഇതേ ആ ഒരു സ്ഥലത്തോടെ നമുക്ക് പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കിടതറ അവിടെ ആരാണ്ടൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ